So next we are going to discuss on the topic income from other sources. So as you know, there are 5 heads, that is starting from income from salary, income from house property, profit or gains of business or profession, then capital gain, and the last one, income from other source. So this head is known as residuary head. Very important. Residuary head എന്നാണ് അറിയപ്പെടുന്നത്. Because all those incomes are the subject matter of taxation which you have not included in the other heads being included in this head. അതായത് വേറെ ബാക്കി ഹെഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹെഡ്സിനകത്തും അല്ലാതെ റിമൈനിങ് ആയിരിക്കുന്ന ഏരിയാസിനകത്താണെങ്കിലും 4 ഹെഡ്സിനകത്ത് ഉൾപ്പെടുത്താത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ഹെഡിനകത്ത് ഉൾപ്പെടുത്തുന്നത്. So the income which is earned during the previous year, which is not covered under the other heads, ബാക്കി ഹെഡ്സിനകത്ത് കവർ ചെയ്യാത്ത കാര്യമായിരിക്കും ഈ റെസിഡ്യൂറി ഹെഡിനകത്ത് കവർ ചെയ്യുന്നത്. And very important, what are the incomes which are charged under other sources? അപ്പം എന്തൊക്കെയാണ് ഈ അതർ സോഴ്സസിനകത്ത് ചാർജ് ചെയ്യുന്നത് എന്ന് നോക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഹെഡ്സിനകത്ത് എന്തൊക്കെയാണ് ചാർജ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ അതർ സോഴ്സിനകത്ത് എന്തൊക്കെ വരുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, എംപ്ലോയറിന്റെ എംപ്ലോയിയുടെ റിലേഷൻഷിപ്പിന്റെ ബേസിസിൽ എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് എല്ലാം, ദാറ്റ് ഇസ് ബേസിക്കലി ഒരാൾക്ക് കിട്ടുന്ന സാലറി, ആസ് ആഡ് ഓൺ ആയിട്ട് സാലറിയുടെ കൂടെ കൊടുക്കുന്ന അലവൻസസ്, പെർക്വിസിറ്റ്സ്, അതായത് ഫെസിലിറ്റീസ്, കാറ്, അതുപോലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതാണ് നമ്മൾ ഏത് ഹെഡിനകത്ത് എടുക്കുക? ഇൻകം ഫ്രം സാലറിക്കകത്ത് എടുക്കുക. ആൻഡ് ദി സെക്കൻഡ് ഹെഡ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, നമ്മൾ പഠിച്ചതുപോലെ when you are letting your own house to another person, the income which you are receiving, അതിനെയാണ് നമ്മൾ ടാക്സബിളിന് എടുക്കുന്ന വാല്യൂനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പം ആ പെർട്ടിക്കുലർ ഹെഡിനകത്ത് എടുക്കുന്നതെല്ലാം ദ ഇൻകം വിച്ച് യു ഏർണിംഗ് ത്രൂ ദ ലെറ്റിംഗ് ഔട്ട് ഓഫ് റെസിഡൻഷ്യൽ ഹൗസസ് ആസ് വെൽ ആസ് ഫോർ ഷോപ്സ്. അങ്ങനെ ലെറ്റ് ഔട്ട് ചെയ്ത് കിട്ടുന്ന ഇൻകം ആണ് നിങ്ങൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് എടുക്കുന്നത്. മൂവിംഗ് ഓൺ ടു ദി തേർഡ് ഹെഡ്, ദാറ്റ് ഇസ് പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സോ പ്രൊഫഷനോ ചെയ്യുന്ന ആൾക്കാർ, അപ്പൊ ബിസിനസ്സും പ്രൊഫഷനും എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ പ്ലസ് 1 ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ബിസിനസ് ആക്ടിവിറ്റിയിലോ പ്രൊഫഷനിലോ എൻഗേജ് ചെയ്തിരിക്കുന്നവര് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ, കാരണം ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് റിട്ടേൺസിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരാൾ പ്രൊഫഷൻ ചെയ്താൽ അയാൾക്ക് പ്രോഫിറ്റ് അല്ല കിട്ടുന്നത്, അതിനെ നമ്മൾ ഗെയിൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം പ്രോഫിറ്റ് ആയാലും ഗെയിൻ ആയാലും അല്ലെങ്കിൽ ലോസ് ആണെങ്കിലും അതെല്ലാം ഏത് ഹെഡിനകത്ത് എടുക്കും? ബിസിനസ് ആൻഡ് പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഫോർത്ത് ഹെഡ്, നമ്മൾ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ സെല് ചെയ്യുന്നതിൽ നിന്നോ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യുന്ന ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ എടുക്കുന്നത്. ഈ കാര്യങ്ങൾ ഒഴികെ ബാക്കി വരുന്ന എല്ലാ ഐറ്റംസും എന്തിനകത്ത് വരും? ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് വരും. ഇപ്പൊ ഫസ്റ്റ് വൺ, ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് എക്സംപ്റ്റ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ് പ്രൊവൈഡഡ് അപ് ടു 10 lakh, 10 ലക്ഷം രൂപ വരെയാണ് എക്സംഷൻ. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഇങ്ങനെ എക്സംഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്ന ആളല്ല ടാക്സ് കൊടുക്കേണ്ടത്, പകരം പേ ചെയ്യുന്ന കമ്പനിയാണ് ടാക്സ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ദ ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ്, ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും അസസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഡിവിഡൻഡിന് നമ്മൾ എന്ത് കൊടുക്കാത്തത്? ടാക്സ് കൊടുക്കാത്തത്. ആൻഡ് ദർ ആർ സം ചേഞ്ചസ് എക്സ്പെക്ടഡ്. നെക്സ്റ്റ് അസസ്മെന്റ് ഇയർ തൊട്ട് അതിലൊരു വ്യത്യാസം വരും. തേർഡ്, സെക്കൻഡ് ഹെഡേഴ്സ് നിങ്ങളുടെ പി ഡി എഫിനകത്തുള്ള പോലെ വിന്നിംഗ് ഫ്രം ലോട്ടറി അല്ലെങ്കിൽ സെക്കൻഡ് ഐറ്റത്തിനെ നമുക്ക് എല്ലാം കൂടി കാഷ്വൽ ഇൻകം എന്ന് പറയാം. കാരണം നമുക്ക് ഒരു പെർമനന്റ് സോഴ്സ് ഓഫ് ഇൻകം ഇല്ല, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അതായത് ടെമ്പററി ഇൻ നേച്ചർ ആണ് ഈ സെക്കൻഡ് വൺ ഈ പറഞ്ഞിരിക്കുന്ന ലോട്ടറി, ക്രോസ്വേർഡ് പസിൽ, ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, കാർഡ്, ഹോഴ്സ് റേസസ്, അങ്ങനെയുള്ള എല്ലാ ഇൻകംസും അതിനെയാണ് നമ്മൾ കാഷ്വൽ ഇൻകം എന്ന് പറയുക. വെരി ഇമ്പോർട്ടന്റ് ഫോർ 1 mark, വാട്ട് ഇസ് കാഷ്വൽ ഇൻകം? അതായത് പെർമനന്റ് ആയിട്ട് നമുക്കൊരു സോഴ്സ് ഇല്ല, വിച്ച് ഇസ് വെരി മച്ച് ടെമ്പററി ഇൻ നേച്ചർ, അത് റെക്കറിംഗ് ആയിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടണം എന്നില്ല, അങ്ങനത്തെ ഇൻകത്തിനെയാണ് നമ്മൾ കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ പറയുന്നത് ഫണ്ട് ഓഫ് എംപ്ലോയീസ്. ഇതിനകത്ത് സാധാരണ നമ്മളിപ്പം പറഞ്ഞ ഡിസ്കഷൻ പ്രകാരം എംപ്ലോയർ എംപ്ലോയിയുടെ റിലേഷൻ പ്രകാരം കിട്ടുന്നതെല്ലാം എന്താണെന്ന് നമ്മൾ പറഞ്ഞ ഇൻകം ഫ്രം സാലറി ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും എനി ഫണ്ട് റിസീവ്ഡ് ബൈ ദ എംപ്ലോയർ
ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനി നടത്തുവാണ്, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കേസിൽ പറഞ്ഞ രജിസ്ട്രാർ ഈസ് മൈ എംപ്ലോയർ. അപ്പൊ വാട്ട് എവർ ഐ ആം റിസീവിംഗ് ഫ്രം എംപ്ലോയർ അത് ഏത് ഹെഡിനകത്ത് വരും? സാലറിക്കകത്ത്. പക്ഷേ സർട്ടൻ കേസസ്, ഇപ്പൊ ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാണ്, ഇപ്പൊ ചെറിയൊരു എമൗണ്ട് നമ്മൾ അതിന് എന്തായിട്ട് കൊടുക്കേണ്ടി വരും? റെന്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന എമൗണ്ട് ഞാൻ ആർക്കായിരിക്കും കൊടുക്കുന്നത്? എന്റെ എംപ്ലോയർക്ക്. അതായത് എനിത്തിങ് ഈസ് റിസീവ്ഡ് ബൈ ദ എംപ്ലോയർ ഫ്രം എംപ്ലോയി, അങ്ങനത്തെ എമൗണ്ട് ആണ് ഇവിടെ പറയുന്ന ഫണ്ട് ഫ്രം എംപ്ലോയീസ്. ഓക്കെ, വേണമെങ്കിൽ ക്ലിയർ ആവാൻ നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. എനി സം റിസീവ്ഡ് ബൈ ദ അസസി ഫ്രം ഹിസ് എംപ്ലോയീസ് ആസ് കോൺട്രിബ്യൂഷൻ. അപ്പം ഇവിടെ അസസി എന്നൊക്കെ പറയുമ്പോൾ വെറും കൺഫ്യൂഷൻ ആണ്, നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. എനി സം റിസീവ്ഡ് ബൈ ദ എംപ്ലോയർ ഫ്രം ദ എംപ്ലോയി, അത് ഈ ഹെഡിനകത്തായിരിക്കും എടുക്കുക. തിരിച്ച് എംപ്ലോയിക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഏത് ഹെഡിനകത്ത് എടുക്കും? സാലറിക്കകത്ത് എടുക്കും. ഇനി ഫോർത്ത് വൺ, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. അപ്പൊ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിന്റെ കേസ് അവിടെ പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെർട്ടിക്കുലർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ എ കമ്പനി, ഒരു കമ്പനിയാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക, അവരുടെ ബിസിനസ് ആണ് നിങ്ങൾ നോക്കുന്നത്. ദേ ആർ ഓൾസോ ഡീലിംഗ് വിത്ത് ബിസിനസ്. ഓക്കെ, അപ്പൊ അവർ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ എന്താണ്? ഒരു ട്രേഡിംഗ് ബിസിനസ് ആണ് അല്ലെ? അപ്പൊ അവിടത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റോ കാര്യങ്ങളോ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടിയതായിട്ടേ വരുള്ളൂ? അയാളുടെ ട്രേഡിംഗ് ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടേക്കൺ അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാര് ആ ബിസിനസ്സിൽ ഡീൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടാം, എങ്കിൽ അതിനെ ഏത് ഹെഡിൽ എടുക്കും? പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. ഇപ്പൊ ആ ഹെഡിൽ എടുത്തില്ലെങ്കിൽ അത് എവിടെ വരും? ഇൻകം ഫ്രം അതർ സോഴ്സ്. സാധാരണ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ പോലുള്ള കൂടുതലായിട്ട് ഇപ്പൊ നിങ്ങളുടെ സിലബസ് ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ അസസ്മെന്റാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി, അതായത് നമ്മളെ പോലുള്ള നാച്ചുറൽ ഹ്യൂമൻ ബീയിന്റെ അസസ്മെന്റാണ് നമ്മൾ പഠിക്കുന്നത് അത്ര. അപ്പൊ ആ സിറ്റുവേഷനിൽ വരുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി റിസീവ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? മോസ്റ്റ്ലി ഇൻ ദ കേസസ് വി വിൽ ബി റിസീവിംഗ് ദി ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഇൻട്രസ്റ്റ് കിട്ടുക. എടുത്തു പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇസ് ടാക്സ്ഡ്. പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ ടാക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എടുക്കാൻ പാടില്ല. ഓക്കെ, അത് നമ്മൾ ആ ഏരിയ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പഠിക്കാം. ഇനി ഇൻകം ഫ്രം മെഷീനറി, പ്ലാൻ, ഫർണിച്ചർ എക്സെട്ര ലെറ്റ് ഔട്ട് ഓൺ ഹയർ. എന്താണ് ഈ ലെറ്റ് ഔട്ട് ഓൺ ഹയർ? അതായത് നമ്മള് വാടകയ്ക്ക് കൊടുക്കാറില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇവന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വിളക്ക്, കുറച്ച് ചെയർസ് ഒക്കെ എവിടെന്നെങ്കിലും ഒക്കെ നമ്മൾ ഹയർ ചെയ്യും അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബാക്കി 4 ഹെഡിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല, 4ൽ എടുക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ട്രീറ്റഡ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് യു ആർ ലെറ്റിംഗ് ഇറ്റ് ആസ് എ ബിസിനസ്, ഇപ്പൊ നമ്മൾ അപ്പോഴേ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കുറെ അസറ്റ്സ് അല്ലെങ്കിൽ റിസപ്ഷൻ ഒക്കെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ചെയർസും കാര്യങ്ങളും ഫ്ലോറൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നവരില്ലേ, അവരെ സംബന്ധിച്ച് അതെന്താണ്? അവരുടെ ബിസിനസ് ആണ്. എങ്കിൽ അവർ അതെവിടെ എടുക്കും? ഇൻകം ഫ്രം ബിസിനസ്സിലെടുക്കും. അല്ല, നമ്മളിപ്പോ തൽക്കാലത്തേക്ക് നമ്മുടെ ഒരു അസറ്റ് വേറൊരാൾക്ക് കൊടുക്കുവാണ്, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി അല്ല. നിങ്ങൾ പണ്ട് ബിസിനസ് എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരു ഐസൊലേറ്റഡ് ട്രാൻസാക്ഷൻ ഒരിക്കലും എന്താവില്ല? ഒരു ബിസിനസ് ആവില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ എൻഗേജ് ചെയ്താലേ അത് ബിസിനസ് ആവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ സ്ഥിരമായിട്ട് ആ ബിസിനസ് ചെയ്യുന്ന വ്യക്തി അല്ല, തൽക്കാലത്തേക്ക് ഒരാൾക്ക് യൂസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നു, പക്ഷെ ദാറ്റ് പേഴ്സൺ ഈസ് ഗിവിംഗ് യു ആൻ ഇൻകം, എങ്കിൽ നിങ്ങൾ അതിനെ ഏത് ഹെഡിൽ എടുക്കും? ഇൻകം ഫ്രം അതർ സോഴ്സിൽ എടുക്കും. Then sixth one is composite letting. കോമ്പോസിറ്റ് ലെറ്റിംഗ് എന്നോട് ഉദ്ദേശിക്കുന്ന യു ആർ ഇപ്പം ഫർണിഷ്ഡ് ഹൗസസ് പറയാം, അതാണ് എളുപ്പം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ആർ ലെറ്റിംഗ് ദി ഹൗസ്, യു ആർ ലെറ്റിംഗ് അലോങ് വിത്ത് ദാറ്റ് സം ഫർണിച്ചേഴ്സ് ആൻഡ് ഇക്വിപ്മെന്റ്സ്, അതും കൂടെ അതിന്റെ കൂടെ കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കോമ്പോസിറ്റ് ലെറ്റിംഗ്. അതായത് ഒരു മെയിൻ അസറ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ലെറ്റ് ചെയ്യുന്നത്, അതാണ് കോമ്പോസിറ്റ് ലെറ്റിംഗ്. ഇപ്പൊ അസറ്റ്സ് മാത്രമേ അങ്ങനെ ലെറ്റ് ഔട്ട് ചെയ്യുന്നുള്ളെങ്കിൽ അത് ബിസിനസ്സിനകത്ത് എടുക്കും, അല്ലെങ്കിൽ അത് അതർ സോഴ്സിൽ എടുക്കും. ഇനി നെക്സ്റ്റ് ഐറ്റം, മെഷീനറി, പ്ലാന്റ് ഓഫ് ഫർണിച്ചർ അലോങ് വിത്ത് ദി ബിൽഡിംഗ് ആസ് വെൽ ആസ് ഇഫ് ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ, എന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ.
ഫോർ എക്സാമ്പിൾ ഈ ഫാക്ടറി ഒക്കെ ഉള്ള സിറ്റുവേഷനിൽ ആ ഫാക്ടറിയുടെ ബിൽഡിംഗ് മാത്രം അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അവർ ഈ വലിയ വലിയ പ്ലാന്റിനെ എന്ത് ചെയ്ത് വെക്കും, ഗ്രൗണ്ടിൽ ഇറക്ട് ചെയ്ത് വെക്കും. അപ്പൊ അവർ ആ ഫാക്ടറി ആർക്കെങ്കിലും റെന്റിന് കൊടുക്കണമെങ്കിൽ എന്തും കൂടെ ചേർത്തേ കൊടുക്കാൻ പറ്റൂ, അവിടെ ഇരിക്കുന്ന വലിയ വലിയ മെഷീൻസും കൂടെ ചേർത്തേ കൊടുക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ സർട്ടൺ സിറ്റുവേഷൻ, ഇപ്പം ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ് അല്ലെ, ആ ബിൽഡിങ്ങിനകത്തും വേറെ അസറ്റ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ അസറ്റ്സിനെ ബിൽഡിങ്ങിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വി വിൽ ഗിവ് ഇറ്റ് ടുഗെദർ. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ ലാബ് റൺ ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ. അപ്പൊ ആ കമ്പ്യൂട്ടർ ലാബിനകത്തുള്ള ആ എക്യുപ്മെന്റ്സ് യു കാൺ മൂവ് എന്ന് വിചാരിക്കുക. കാരണം നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എലോങ് വിത്ത് ദാറ്റ് കമ്പ്യൂട്ടറും കൂടി വേറൊരാൾക്ക് റെന്റിന് കൊടുക്കാണ്. എങ്കിൽ ഇൻസെപ്പറബിൾ ആവുന്ന സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലെറ്റ് ഔട്ടിൽ നിന്ന് ഇൻകം കിട്ടുന്നെങ്കിൽ അതും ഏത് ഹെഡിൽ എടുക്കും, ഇൻകം ഫ്രം അതർ സോഴ്സിൽ എടുക്കും. ആൻഡ് വെരി ഇമ്പോർട്ടന്റ്, എമൗണ്ട് റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. അത് പർട്ടിക്കുലർലി ഒരു കൈൻഡ് ഓഫ് ഇൻഷുറൻസ് പോളിസിയാണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാം. വിച്ച് ഇസ് അഗെയിൻ നോട്ട് അസസിബിൾ അണ്ടർ ദ ഹെഡ്, അതർ ഹെഡിൽ എടുത്തില്ലെങ്കിൽ. ഇനി നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ കിസാൻ വികാസ് പത്ര. ഈ കിസാൻ വികാസ് പത്ര എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഹസ് ബീൻ ഇഷ്യൂഡ് ബൈ പോസ്റ്റ് ഓഫീസ്. ഇടയ്ക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വെച്ചിരുന്നു കിസാൻ വികാസ് പത്ര. ഇപ്പൊ വീണ്ടും അവര് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ടാക്സ് പ്ലാനിങ്ങിന് വേണ്ടി, എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് പ്ലാനിങ് ഇൻ ദ സെൻസ് ദാറ്റ് നിങ്ങൾ ടാക്സ് നിയമപരമായിട്ട് കുറയ്ക്കാൻ ശ്രമിച്ചാൽ, അതായത് ഓൺ അവൈലിംഗ് ദി ഡിഡക്ഷൻസ് ആസ് പെർ ദി ഇൻകം ടാക്സ് റൂൾസ്. കാരണം അടുത്ത സെമില നമുക്ക് അതെല്ലാം പഠിക്കാനുള്ളത്. എങ്കിലും ഞാൻ ജസ്റ്റ് പറയുക, നിങ്ങൾ ലീഗലി ടാക്സ് ഓരോ പർട്ടിക്കുലർ ഇയറിലെയും ഫിനാൻഷ്യൽ ഇയറിലെയും പാസ്സാവുന്ന ആക്ട് പ്രകാരം, അല്ലെങ്കിൽ ഓരോ അസസ്മെന്റ് ഇയറിലും ആപ്ലിക്കബിൾ ആവുന്ന റൂൾസ് പ്രകാരം നിങ്ങൾ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്ത് ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ടാക്സ് പ്ലാനിങ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ടാക്സ് പ്ലാനിങ്ങിന് ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റ് സ്കീം, ഒന്ന് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ കിസാൻ വികാസ് പത്ര. അപ്പൊ ഇതിൽ നിനക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന ഇൻട്രസ്റ്റ് കിട്ടുവാണെങ്കിൽ, ഇഫ് യു ആർ റിസീവിംഗ് എനിത്തിങ്, എനി ഇൻട്രസ്റ്റ് ഫ്രം ദീസ് കൈൻഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഇൻട്രസ്റ്റ് കിട്ടുവാണെങ്കിൽ അതിനെ ഈ ഹെഡിൽ എടുക്കും. വെരി ഇമ്പോർട്ടന്റ്, ദ ഗിഫ്റ്റ് മണി എക്സീഡിംഗ് 50,000 റെസീവ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഒരു ഇൻഡിവിജ്വലിനോ HUF-നോ വിത്തൗട്ട് എനി കൺസിഡറേഷൻ, നമ്മളങ്ങനെ കൺസിഡറേഷൻ വെച്ചിട്ടായിരിക്കില്ലല്ലോ ഗിഫ്റ്റ് കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആഫ്റ്റർ ഓൺ ഓർ ആഫ്റ്റർ 1/4/2006 ടാക്സബിൾ. അപ്പൊ ആരിൽ നിന്ന് വാങ്ങുന്ന ഗിഫ്റ്റ് ഒക്കെയാണ് ടാക്സബിൾ, ആർക്കൊക്കെ ടാക്സബിൾ അല്ല. ദാറ്റ് ഈസ് ഇഫ് യു ആർ റിസീവിംഗ് ഇറ്റ് ഫ്രം എന്താണ് ബ്ലഡ് റിലേറ്റീവ്സ്, അത്ര ഓർത്താലും മതി. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിലും, പിന്നെ സ്പൗസ് ആൻഡ് സ്പൗസിന്റെ റിലേറ്റീവ്സ്, ആ സിറ്റുവേഷനിലൊന്നും എന്ത് കൊടുക്കേണ്ട, നമ്മള് ടാക്സ് കൊടുക്കേണ്ട. സിറ്റുവേഷൻസ് വേർ ഗിഫ്റ്റ് ഈസ് നോട്ട് ടാക്സബിൾ. അപ്പൊ എക്സീഡിംഗ് 50,000 ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. The following are the specifically exempted from tax. That is a gift received from a relative. Gift received under a will. നമ്മള് ഹൗസ് പ്രോപ്പർട്ടി ഒക്കെ ചെയ്തപ്പോൾ കണ്ടു കുറെ പേര് വില്ല് പ്രകാരം എന്ത് ചെയ്യുന്നു, ഹൗസ് പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് റിസീവ് ചെയ്യുകയോ, ഗിഫ്റ്റ് റിസീവ്ഡ് ഓൺ ഒക്കേഷൻ ഓഫ് മാരേജ്, മാരേജിന്റെ ഇവന്റിൽ റിസീവ് ചെയ്യുന്നത്, ഗിഫ്റ്റ് ഇൻ കണ്ടംപ്ലേഷൻ ഓഫ് ദി ഡെത്ത് ഓഫ് ദി ഗിവർ. ഇപ്പൊ സാധാരണ ആൾക്കാർ, ചില ആൾക്കാർ മീൻസ് ലീഗൽ ഹയേഴ്സ് ഇല്ല എങ്കിൽ, മക്കളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർ മോസ്റ്റ്ലി അതിനെ വേറെ ചാരിറ്റബിൾ ട്രസ്റ്റിനോ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെയൊക്കെ കിട്ടുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ അതിനൊന്നും എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. ദെൻ മണി ഓർ പ്രോപ്പർട്ടി റിസീവ് ഫ്രം എ ലോക്കൽ അതോറിറ്റി. ദെൻ മണി ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം എനി ഫണ്ട്, ഫൗണ്ടേഷൻ, യൂണിവേഴ്സിറ്റി, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിനൊന്നും നമ്മൾ ഈ ഗിഫ്റ്റ് എല്ലാം എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. ആൻഡ് ദെൻ മണി റിസീവ് ഫ്രം ദ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഗിഫ്റ്റിന്റെ കേസ് സെപ്പറേറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇതാണ് നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തൊക്കെ കാര്യങ്ങളാണ് കോമൺലി നമ്മൾ അതർ സോഴ്സിനകത്ത് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഒന്നാമത്തത്, എനി ഫീസ് ഓർ കമ്മീഷൻ റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഫ്രം എ പേഴ്സൺ അതർ ദാൻ ഹിസ് എംപ്ലോയർ. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അഫിലിയേറ്റഡ് കോളേജസിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്, സാലറി മേ ബി റിസീവ്ഡ് ഫ്രം യൂണിവേഴ്സിറ്റി, ബട്ട് ഇഫ് ആൻ examiner remuneration is received from the university, it will be taxed under the head income from other source. Salary, income from salary എടുക്കും. പക്ഷേ എക്സാമിനേഷന്റെ റെമ്യൂണറേഷൻ ആയിട്ട് എന്തെങ്കിലും ഇൻകം കിട്ടിയാൽ അത് ഏത് ഹെഡിനകത്ത് എടുക്കും, അതർ സോഴ്സിനകത്ത് എടുക്കും. അത് എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ,
മേ ബി അഫിലിയേറ്റഡ് കോളേജസിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയാലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും ആണെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ റെമ്യൂണറേഷൻ ഒന്നും കിട്ടില്ല, എക്സാമിനർഷിപ്പ് ഒന്നും കിട്ടത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് കൺസിഡേർഡ് ദ പാർട്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവത്തിന്റെ ആവശ്യമില്ല, ബിക്കോസ് UGC ഹാസ് ഗിവൺ എ റെഗുലേഷൻ ദാറ്റ് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ഡ്യൂട്ടി. ഇപ്പം ഈ റെമ്യൂണറേഷൻ ഇല്ല, പക്ഷെ പ്രൊവൈഡഡ് ചില കേസിലൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റെമ്യൂണറേഷൻ കൊടുക്കുന്ന വ്യക്തി വേറെയാണ്, എന്ന് വെച്ചാൽ എക്സാമിനേഷന്റെ ആൻസർ ഷീറ്റ്സ് വാല്യൂ ചെയ്ത് കൊടുക്കുന്ന റെമ്യൂണറേഷൻ കൊടുക്കുന്ന ഒരാളും, പക്ഷെ എംപ്ലോയർ വേറൊരാളുമാണ്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ എംപ്ലോയറിൽ നിന്ന് കിട്ടുന്ന സാലറിനെ ഇൻകം ഫ്രം സാലറിയിലും ഇങ്ങനെ വാല്യുവേഷനിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലും എടുക്കും. അല്ലെങ്കിൽ ഇത്ര ഓർത്താൽ മതി, എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് അല്ലാതെ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഏത് ഹെഡിൽ എടുക്കും? അതർ സോഴ്സിൽ എടുക്കും. ദെൻ കോമൺ ഐറ്റം, ദി ഇൻട്രസ്റ്റ് യു ആർ റിസീവിങ്. നമ്മൾ അപ്പോഴേ പറഞ്ഞ കാര്യമാണ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ഫ്രം ബാങ്ക്, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അത് എവിടെ എടുക്കാൻ പാടില്ല? വേറെ ഹെഡിൽ എടുക്കാൻ പാടില്ലാത്തത് മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ഡയറക്ടേഴ്സ് ഫീസ്. അപ്പോ ഒരു ഡൗട്ട് ചോദിക്കും, വെദർ ഡയറക്ടർ ഇസ് എൻ എംപ്ലോയി ഓർ നോട്ട്. ബട്ട് ഡയറക്ടർ എംപ്ലോയി അല്ല. ഡയറക്ടർ ഇസ് സെഡ് ടു ബി ദ പാർട്ട് ഓഫ് എന്താണ്? മാനേജ്മെന്റിന്റെ പാർട്ടാണ് അല്ലെ? മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർ ഇസ് എൻ എംപ്ലോയി, ബട്ട് ഡയറക്ടർ ഇസ് നോട്ട് എ എംപ്ലോയി. ഓക്കെ, അപ്പം ഗവേണിംഗ് ബോഡിയാണ്, ഒരു കമ്പനിയുടെ ഗവേണിംഗ് ബോഡിയാണ് ആരെന്ന് പറയുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവരൊരിക്കലും കമ്പനിയുടെ ആരല്ല? എംപ്ലോയീസ് അല്ല. അതുകൊണ്ട് ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന ഫീസ് ഏത് ഹെഡിൽ എടുക്കും? ഇൻകം ഫ്രം അതർ സോഴ്സ്. നെക്സ്റ്റ് വൺ, underwriting commissions or such other commissions if not accessible as income from business. Income from business le edukatha any kind of commissions can be endana taxed under or accessible as income under other sources. Royalty, very very important income. നമ്മുടെ ക്രിയേറ്റിവിറ്റി കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വർക്കിന് ആ പർട്ടിക്കുലർ ക്രിയേറ്റീവ് വർക്ക് സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് എന്തായിട്ട് കിട്ടും? റോയൽറ്റി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അത് ആ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് തരുന്ന ഒരു റെമ്യൂണറേഷൻ ആണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഒരു ബുക്ക് എഴുതി ആ ബുക്കിനകത്ത് പറയുന്ന ക്രിയേറ്റീവായ കണ്ടന്റ് കോപ്പിറൈറ്റോട് കൂടി പബ്ലിഷ് ചെയ്താൽ ഓരോ പ്രാവശ്യവും ആ ബുക്ക് സെല്ല് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യുന്ന ഒരു ബുക്കിന്റെ കോസ്റ്റിന്റെ ഇത്ര പെർസെന്റേജ് വെച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? റോയൽറ്റി കിട്ടും. അത് ബുക്കിന്റെ കേസ് മാത്രമല്ല, ചില ടെക്നിക്കൽ നോ ഹൗസിനും അങ്ങനെ കൊടുക്കാറുണ്ട്. ദെൻ റെന്റ് നോട്ട് ടാക്സിബിൾ അണ്ടർ അതർ ഹെഡ്. വേറെ ഹെഡിലൊന്നും എടുത്തില്ലെങ്കിൽ മാത്രം ഇവിടെ എടുക്കാം. ദെൻ നോൺ അഗ്രികൾച്ചറൽ റെന്റ്, റോയൽറ്റി ഫ്രം സെല്ലിംഗ് എർത്ത് എക്സെട്ര. Then next one is income from subletting. Income from subletting, നിങ്ങൾ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് തിങ്, നിങ്ങൾ ഒരു ഹൗസ് റെന്റിനെടുത്തു, ആ റെന്റിനെടുത്ത ഹൗസിനെ നിങ്ങൾ വേറൊരാൾക്ക് ലെറ്റ് ചെയ്തു, അതിനെയാണ് എന്തെന്ന് പറയുക? സബ്ലെറ്റിംഗ്. അപ്പോ വെൻ യു ആർ റിസീവിങ് എനി എമൗണ്ട് ഫ്രം സബ്ലെറ്റിംഗ് ആ പർട്ടിക്കുലർ ഹൗസ്, സബ്ലെറ്റ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം കിട്ടുവാണെങ്കിൽ ആ ഇൻകത്തിൽ നിന്നും നിങ്ങൾ പേ ചെയ്യുന്ന എന്ത് കുറയ്ക്കണം? ടാക്സ് മീൻസ് റെന്റ് കുറയ്ക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എടുത്ത ഹൗസ് 20,000 റെന്റ്, നിങ്ങൾ അതിന്റെ പകുതി ഭാഗം വേറൊരാൾക്ക് എന്ത് ചെയ്തു? ലെറ്റ് ചെയ്തു ഫോർ 15,000. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഹൗസിന്റെ ഹാഫിനുണ്ടായ റെന്റ് എന്ന് പറയുന്നത് എത്രയാ? 20,000 ആണ് ഹോൾ ഹൗസിന്. അപ്പൊ ഹാഫിനുണ്ടായ റെന്റ് 10,000. ആ ഹാഫ് പോർഷൻ ഉണ്ടായ റെന്റിനെ നിങ്ങൾക്ക് കിട്ടിയ ഇൻകത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഓക്കെ, അതാണ് ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ചെയ്യുമ്പോൾ ഉള്ള കേസ്. annuity received under an insurance policy or any other contract. അതായത് ഗ്രൂപ്പ് ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളതാണ്. received by an employee from his employer എടുക്കരുത്. എംപ്ലോയറിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഷുറൻസും എടുക്കരുത്. എംപ്ലോയറിൽ നിന്ന് കിട്ടുന്ന എല്ലാം എവിടെ എടുക്കാവൂ? സാലറിക്കകത്ത്. Then interest on bank deposits of idle business funds, അത് ബാങ്ക് ഡെപ്പോസിറ്റ്സ് എന്നുള്ളത് ഓർത്താൽ മതി. എക്സാമിനേഷൻ റെമ്യൂണറേഷൻ ഓഫ് ഫീസ് റിസീവ്ഡ് അതർ ദാൻ ആസ് പാർട്ട് ഓഫ് സാലറി, അത് നമ്മൾ പറഞ്ഞു.
വെരി ഇമ്പോർട്ടന്റ്, റെന്റ് ഓഫ് ലാൻഡ് നോട്ട് അപ്പർട്ടനന്റ് ടു ദ ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിങ്ങിന് ചുറ്റുമുള്ള സ്ഥലം നമ്മൾ എന്തിന്റെ കൂടെ തന്നെ എടുക്കും? ആ ബിൽഡിങ്ങിന്റെ പാർട്ടായിട്ട് തന്നെ എടുക്കും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെ ഒരു കുറച്ച് സ്ഥലം, ദാറ്റ് ഇസ് ദ റെന്റ് ഓഫ് ലാൻഡ് നോട്ട് അറ്റാച്ച് ടു ദ ബിൽഡിംഗ്. ഈ അപ്പാർട്ട്മെന്റ് ഒക്കെ ഓർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നോട്ട് അറ്റാച്ച് ടു ദ ബിൽഡിംഗ്, ബിൽഡിങ്ങിനോട് ചേർന്ന് അല്ലാത്ത വെറുതെ കിടക്കുന്ന ലാൻഡ്, ആ ലാൻഡ് നിങ്ങൾ എന്ത് ചെയ്തു? പാർക്കിംഗ് യാർഡായിട്ട് ഉപയോഗിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പർപ്പസിന് നിങ്ങൾ വേറൊരു വ്യക്തിക്ക് ലെറ്റ് ഔട്ട് ചെയ്തു എങ്കിൽ ആ റെന്റ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ദെൻ ഇൻകം ഓഫ് എ ലെസ്സി ഫ്രം ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. നമ്മൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു അസറ്റ് ആസ് പെർ ദ ലീസ് എഗ്രിമെന്റ് നമ്മൾ ലീസിന് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ഇൻകം, ലീസ് റെന്റൽസ്, അതാണ് ഇവിടെ പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് ഓൺ കോൺട്രിബ്യൂഷൻ ടു ആൻ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. വെരി ഇമ്പോർട്ടന്റ്. ഒരു എംപ്ലോയി, നിങ്ങൾക്ക് അറിയാം പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ്. എംപ്ലോയിയുടെ ഒരു ഫ്യൂച്ചർ പെർസ്പെക്റ്റീവും കൂടെ കണ്ടിട്ടാണ് എല്ലാവരും എന്ത് മാറ്റി വെക്കുന്നത്? പ്രൊവിഡന്റ് ഫണ്ട് മാറ്റി വെക്കുന്നത്. അത് ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും? എംപ്ലോയി കുറച്ച് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പാർട്ടിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിയാൽ അതിനെ ഏത് ഹെഡിനകത്ത് എടുക്കും? ഇൻകം ഫ്രം അതർ സോഴ്സ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ആദ്യം നമ്മൾ പറഞ്ഞ ആ എക്സാമിനേഷൻ റെമ്യൂണർഷിപ്പ് പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് സാലറി ഓഫ് എൻ MLA ഓർ MP. ദേ ആർ ഓൾസോ നോട്ട് എംപ്ലോയീസ്. ഗവൺമെന്റിന്റെ എംപ്ലോയീസ് ആണോ? അല്ല, അവരെ എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ അപ്പോഴേ പറഞ്ഞ ഡയറക്ടറിന്റെ കേസ് പോലെ ഗവേണിംഗ് ബോഡിയിൽ ഭാഗമായിട്ട് വരുന്നവരാ. അവർക്ക് കൊടുക്കുന്ന സാലറിയോ DA ഒന്നും ഏത് ഹെഡിൽ എടുക്കരുത്? ഇൻകം ഫ്രം സാലറിയിൽ എടുക്കരുത്. ബിക്കോസ് ഗവൺമെന്റ് ഒരു എംപ്ലോയറും അല്ല, അവരാരും എംപ്ലോയീസും അല്ല. ഓക്കെ, അപ്പൊ അതും ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് എടുക്കും. Then income from leasing out of machinery purchased for the purpose of manufacturing but not used for the said purpose at any time. ചില കാര്യങ്ങളൊക്കെ ഈ കേസ് ലോസ് നിന്ന് വരുന്ന, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഏത് കേസ് ലോയിലാണ് ഏത് വർഷമാണെന്നൊക്കെ പറഞ്ഞ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ ലീസ് ചെയ്തു, ബട്ട് യു ഹാവ് നോട്ട് യൂസ്ഡ് ഇറ്റ്. നിങ്ങൾ വാങ്ങിച്ച മെഷീൻ ഉപയോഗിച്ചില്ല, അപ്പൊ അതിന് എന്ത് ചെയ്തു? ലീസിന് കൊടുത്തു, അതിൽ നിന്ന് കിട്ടുന്ന റെന്റ്. അപ്പൊ അത് നേരത്തെ നമ്മൾ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടിന്ന് കിട്ടുന്ന റെന്റ് പോലെ മനസ്സിലാക്കിയാൽ മതി. ദ ഇൻകം വിച്ച് യു റിസീവ് ഫ്രം എ ലീസിംഗ് ഔട്ട് ഓഫ് എ മെഷീൻ. എനി ക്യാഷ്വൽ ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് ലോട്ടറി, ഹോഴ്സ് റേസ് ഒക്കെ പറഞ്ഞു. Next is the pension received by a nominee after the death of the employee, except the following. അതായത് ഈ താഴെ പറയുന്നവര് ഒഴികെയുള്ള ആൾക്കാർക്ക് പെൻഷൻ റിസീവ് ചെയ്യുന്നത്, ഫാമിലി പെൻഷൻ ആണ് ബേസിക്കലി വരിക. ഫാമിലി പെൻഷൻ എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുള്ള കേസാണ്. ഫാമിലി പെൻഷൻ നമ്മൾ എടുത്ത് പറയാം സെപ്പറേറ്റ് ആയിട്ട്. നെക്സ്റ്റ് 27th one is very important. That is the income from a national saving scheme is taxed under this head. And the receipts by the cricketers selected to play for India. ഇന്ത്യക്ക് വേണ്ടി മാച്ചിനൊക്കെ പ്ലേ ചെയ്യുന്ന ക്രിക്കറ്റേഴ്സിന് കിട്ടുന്ന റെസിപ്റ്റ് ഒക്കെ വേറെ ഹെഡിൽ എടുക്കാൻ പറ്റില്ല. സോ ഓൾ ദീസ് വിൽ ബി ഇൻക്ലൂഡഡ് അണ്ടർ ദിസ് ഹെഡ്. Item number 24, very important. You need not to know the source. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇൻകം കിട്ടിയെന്ന് അറിഞ്ഞൂടാ. കുറച്ച് ഇൻകം കിട്ടി, that is from an undisclosed source. എങ്കിൽ ആ പെർട്ടിക്കുലർ ഇൻകം എവിടെ എടുക്കും? അതർ സോഴ്സിൽ എടുക്കും. കാരണം നമുക്ക് സോഴ്സ് അറിയില്ല, അതുകൊണ്ട് ബാക്കി 4 ഹെഡിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. Okay, these are the important incomes to be included under this head. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, moving on to the question.
Okay, the first question. Mr. Vijayan had the following income during the previous year, 1920. The first item is interest on bank deposit. നമ്മൾ പറഞ്ഞു ബാങ്ക് ഡെപ്പോസിറ്റ് ആയാലും വേറെ ഏതെങ്കിലും സെക്യൂരിറ്റീസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിലും ഇറ്റ് വിൽ ബി included under the head income from other source. Income from units of mutual fund, then interest on government security. ഒരു മിനിറ്റ്, ഈ ക്വസ്റ്റിന് മുന്നേ we can do the second one first. കേട്ടോ. ഈ ഹെഡിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സാധാരണ ഹെഡ്സിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കോമൺ ആയിട്ടായിരിക്കും ഡിഡക്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ക്യാപിറ്റൽ ഗെയിൻ പഠിച്ചപ്പോഴായാലും ഹൗസ് പ്രോപ്പർട്ടി ചെയ്തപ്പോഴായാലും ഏറ്റവും ലാസ്റ്റ് ഡിഡക്ഷൻ ഇന്ന സെക്ഷൻ ആന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യും. പക്ഷെ ഈ ഹെഡിന്റെ പ്രത്യേകത നമ്മള് ഹെഡ് സ്പെസിഫിക് ആയിട്ട് ഡിഡക്ഷൻ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് റോയൽറ്റി ഏൺ ചെയ്തു, ആ റോയൽറ്റി ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായാൽ അത് ഏതിന്ന് തന്നെ ഡിഡക്ട് ചെയ്യും? റോയൽറ്റിന്ന് തന്നെ ഡിഡക്ട് ചെയ്യും. ഞാൻ അപ്പോഴേ പറഞ്ഞു, സബ്ലെറ്റ് ചെയ്യുന്ന കേസ്, ഒരു ഹൗസ് സബ്ലെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പേ ചെയ്യുന്ന റെന്റ് ഉണ്ടെങ്കിൽ അതും എവിടുന്ന് തന്നെ ഡിഡക്ട് ചെയ്യും? സബ്ലെറ്റിംഗിന് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് തന്നെ ഡിഡക്ട് ചെയ്യും. അതാണ് ഈ ഹെഡിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം. നമ്മൾ കോമൺ ആയിട്ട് ഡിഡക്ഷൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ടുവേർഡ്സ് ദി എൻഡ് ചെയ്താൽ മതി. പക്ഷെ ബെറ്റർ എന്ന് പറയുന്നത് ദി എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ഏർണിംഗ് ആൻഡ് ഇൻകം, അതായത് ഈ അതർ സോഴ്സിൽ നിങ്ങൾ ഏതൊക്കെ ഇൻകം എടുക്കുന്നോ ആ ഇൻകം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് ഡിഡക്ട് ചെയ്യാം. അങ്ങനെ ഡിഡക്ട് ചെയ്യുന്നത് ആ സ്പെസിഫിക് ഇൻകത്തിൽ നിന്ന് തന്നെ ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ, ദ റോയൽറ്റി ഫ്രം എ കോൾ മൈൻ. കോൾ മൈനിൽ നിന്നുള്ള റോയൽറ്റി നമ്മൾ പറഞ്ഞു ഈ ഹെഡിനകത്ത് എടുക്കും. അഗ്രികൾച്ചറൽ ഇൻകം ഇൻ പാകിസ്ഥാൻ, നമ്മൾ എവിടത്തെ അഗ്രികൾച്ചർ ഇൻകം എടുക്കില്ല? ദ അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ ഈസ് നോട്ട് ടാക്സബിൾ, ബട്ട് വെൻ ഇറ്റ് ഈസ് റിസീവ് ഫ്രം എ ഫോറിൻ കൺട്രി അത് എന്താവും? ടാക്സബിൾ ആവും. ഇന്ത്യയില് ഫുള്ളി അല്ല എക്സംപ്റ്റ് only up to 10 lakh, 10 ലക്ഷം വരെ എക്സംഷൻ ഉള്ളൂ അഗ്രികൾച്ചർ ഇൻകം. സാലറി ഓഫ് എ പാർട്ട് ടൈം ജോബ് വിത്ത് എ ഫേം, ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുവാണ്. സോ ദ സാലറി ഏൺഡ് ഫ്രം സച്ച് എ കേസ്. സോ ഹിയർ ദ സാലറി ഈസ് ഏൺഡ് ആസ് പാർട്ട് ഓഫ് ദി എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ്. അത് പാർട്ട് ടൈം ആയിക്കോട്ടെ ഫുൾ ടൈം ആയിക്കോട്ടെ, എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് അത് എവിടെ എടുക്കൂ? ഇൻകം ഫ്രം സാലറിക്കകത്ത്. സാലറി ഫോർ മെമ്പർ ഓഫ് പാർലമെന്റ്, അത് നമ്മൾ പറഞ്ഞു MP ഒരിക്കലും എംപ്ലോയി അല്ല, അതുകൊണ്ട് അത് ഏത് ഹെഡിൽ എടുക്കും? അതർ സോഴ്സിൽ എടുക്കും. ഡെയിലി അലവൻസ് ഓഫ് MP, ആ കിട്ടുന്ന സാലറി പോലെ തന്നെ കിട്ടുന്ന ഒരു അലവൻസ് ആണ്, അതും ഏത് ഹെഡിൽ എടുക്കും? അതർ സോഴ്സിൽ, നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഹെഡിൽ. ഹിസ് റെസിഡൻഷ്യൽ ഹൗസ് ഹാസ് ബീൻ ടേക്കൺ ഓൺ റെന്റ് 1000 per month, half of which he has subletted at 1200 per month. ഓക്കെ, ടോട്ടൽ അയാൾ കൊടുക്കുന്ന റെന്റ് എന്ന് പറയുന്ന 1000 രൂപ. എന്നാൽ ആ കൊടുക്കുന്ന ഹൗസിന് പകുതി പോർഷൻ അയാൾ ലെറ്റ് ഔട്ട് ചെയ്തു. ഇതാണ് ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്. ആദ്യം നമ്മള് റെന്റിന് എടുത്ത പ്രോപ്പർട്ടിനെ നമ്മൾ വേറൊരാൾക്ക് ലെറ്റ് ചെയ്യുന്നു. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടാക്സബിൾ. ഈ ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഓൺലി എ ഇന്ത്യൻ കമ്പനി ഈസ് എക്സംപ്റ്റ്. ഓക്കെ, ഇന്ത്യൻ കമ്പനി മാത്രമാണ് എക്സംപ്റ്റ്. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടാക്സബിൾ. ഡൗട്ട് ഉള്ളവർക്ക് അതൊന്ന് നോട്ട് ആയിട്ട് എഴുതി വെക്കാം. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടാക്സബിൾ.
ആൻഡ് നെക്സ്റ്റ് വൺ, ഹി ഹാഡ് ഇൻകർഡ് ദ ഫോളോയിങ് എക്സ്പെൻസ്. ഇവിടെ കോമൺ ആയിട്ടാണ് എക്സ്പെൻസസ് വന്നിരിക്കുന്നത്. പെയ്ഡ് കളക്ഷൻ ചാർജസ്. ഡിവിഡന്റിന്റെ ഇൻകം തന്നെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുമോ? ഡിവിഡന്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? സൊസൈറ്റിയിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഇൻകം നമ്മൾ ഈ ഹെഡിൽ എടുക്കുമെങ്കിൽ മാത്രമേ അതിന്റെ എന്ത് കുറയ്ക്കാൻ പറ്റുള്ളൂ? എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ, ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ട് നമുക്ക് ഇൻകം എടുക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സ്പെൻസ് എടുക്കാം. പക്ഷേ ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഡിവിഡന്റ് ടാക്സബിൾ ആണോ? അല്ല. അപ്പോ അത് ഇൻകം ടാക്സബിൾ അല്ലെങ്കിൽ പിന്നെ എന്തും ഡിഡക്ട് ചെയ്യാൻ പാടില്ല? എക്സ്പെൻസും ഡിഡക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്, ഓരോ ഐറ്റം എടുക്കുക, ആ ഐറ്റമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡിഡക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡിഡക്ട് ചെയ്യുക. കാരണം ഇൻകം എടുത്തില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തും എടുക്കില്ല, അപ്പോ എക്സ്പെൻസും എടുക്കില്ല. ഓക്കെ. ദെൻ 300 സ്പെൻഡ് ഫോർ ഏർണിംഗ് ആൻഡ് കളക്ടിങ് റോയൽറ്റി ഇൻകം. അപ്പൊ ആദ്യത്തെ ഇൻകം ആയ റോയൽറ്റിയിൽ നിന്നും 3000 റുപ്പീസ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് ഡിഡക്ട് ചെയ്യാം. കമ്പ്യൂട്ട് മിസ്റ്റർ എക്സ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2021. ആ ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ പറയാൻ നിങ്ങൾ കൂടെ ചെയ്താൽ മതി. ഓക്കെ. ഫസ്റ്റ് ഐറ്റം ഇസ് റോയൽറ്റി. റോയൽറ്റിക്ക് എന്തുണ്ട്? എക്സ്പെൻസസ് ഉണ്ട്. സോ യു ക്യാൻ റൈറ്റ് റോയൽറ്റി, ഇൻകം ഫ്രം റോയൽറ്റി എന്ന് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇൻകം ഫ്രം റോയൽറ്റി ഈസ് 20,000. ഈ ഹെഡ് സ്പെസിഫിക് മീൻസ് ഓരോ ഐറ്റം സ്പെസിഫിക് ആയിട്ട് ഡിഡക്ഷൻ ഉള്ളതുകൊണ്ട് ഒരു ഇന്നർ കോളത്തിലായിട്ട് ഇൻകം ഫ്രം റോയൽറ്റി എന്ന് എഴുതുക കേട്ടോ, അതിൽ ഡിഡക്ഷൻ ഉള്ളത് കൊണ്ട്. സോ ലെസ് എക്സ്പെൻസസ് amount is 3,000. outer column amount is 17,000. Next item, agriculture income in Pakistan. outer column amount directly 15,000. 15. അടുത്ത ഐറ്റം എടുക്കരുത്, നിങ്ങൾ അത് വേണമെങ്കിൽ നോട്ടായിട്ട് എഴുതി വെക്കാം താഴെ എവിടെയെങ്കിലും. പാർട്ട് ടൈം ജോബ് ആണെങ്കിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് ഇൻകം ഫ്രം സാലറിയിൽ എടുക്കാവൂ. നെക്സ്റ്റ് വൺ സാലറി ഫോർ MP. Salary for MP is included under the head income from other source. ഞാൻ അപ്പോഴേ പറഞ്ഞപ്പോ ഒരു കറക്ഷൻ ഉണ്ട്, ഡെയിലി അലവൻസ് വിൽ നോട്ട് ബി ടാക്സ്ഡ് അണ്ടർ ദിസ് ഹെഡ് കേട്ടോ. ഡെയിലി അലവൻസ് എടുക്കില്ല, അപ്പൊ അത് നോട്ടായിട്ട് എഴുതും. ഡെയിലി അലവൻസ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ദിസ് ഹെഡ്. ഓൺലി ദ സാലറി ഓഫ് MP or MLA is taxed under this head. ഇനി ആറാമത്തെ ഐറ്റം, സിക്സ്ത് വൺ is income from subletting ആണ്. സോ റൈറ്റ് ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്. അതിനും ഡിഡക്ഷൻ ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. കൊടുത്ത റെന്റ് ആണ് എക്സ്പെൻസ് അവിടെ. പിന്നെ കോളത്തിൽ ചെയ്ത് ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്. അയാൾ ലെറ്റ് ഔട്ട് ചെയ്തത് 1000 പെർ മന്തിനാണ് ലെറ്റ് ഔട്ട് ചെയ്തത്, അതാണ് അയാൾ അപ്പൊ ഏൺ ചെയ്യുന്ന ഇൻകം. അല്ല, 1,200 ആണ് ലെറ്റ് ഔട്ട് ചെയ്തത്. സോ 1,200 into 12. അപ്പൊ ഏൺ ചെയ്യുന്ന ഇൻകം 14,400. അതിൽ എക്സ്പെൻസ് ആയിട്ട് എടുക്കുമ്പോൾ വേണം ശ്രദ്ധിച്ച് ചെയ്യാൻ, ലെസ് റെന്റ് പെയ്ഡ്. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ബ്രാക്കറ്റിൽ ചെയ്ത് 1,200 into 12, ഇപ്പൊ 14,400 ലെസ് റെന്റ് പെയ്ഡ്.
പേ ചെയ്യുന്ന റെന്റിന്റെ എത്ര എടുക്കാവൂ? ഇവിടെ ഹാഫ് പോർഷൻ ആണ് കൊടുത്തത്. പേ ചെയ്യുന്ന റെന്റ് 1000 ആണ്. അപ്പൊ 500 എടുക്കാവൂ. 500 into 12, 6000. So outer column, the value will be 8400. The അടുത്ത item, dividend received from cooperative society. So dividend from cooperative society, അതിനും expense incur ചെയ്തിട്ടുണ്ട്, deduct ചെയ്യാം. അത് ഇന്ന കോളത്തിലായിട്ട് എഴുതുക 5000 ലെസ് എക്സ്പെൻസസ് 100. എക്സ്പെൻസസ് എന്നല്ല, അവിടെ ക്വസ്റ്റ്യനിൽ കളക്ഷൻ ചാർജ് എന്നാണ് തന്നിരിക്കുന്നത്. സോ ലെസ് കളക്ഷൻ ചാർജസ്. So 4900. വേറെ ഐറ്റം ഒന്നുമില്ല. ആഡ് അപ്പ് ചെയ്യുക. യു വിൽ ഗെറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ്. $81,300. Next question. തൊട്ടടുത്ത question. Mr. X received the following income during the previous year, 1920. Interest on fixed deposit with State Bank of India. So FD ന്ന് കിട്ടുന്ന interest. So will be taxable under this head. Dividend from a foreign company ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ എടുക്കും നമ്മൾ. Dividend from a cooperative society will also be included. Then price of Meghalaya State Lottery, that is gross amount. ഈ ലോട്ടറിയുടെ കേസിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഒരു ലോട്ടറി വിൻ ചെയ്യുവാണെങ്കിൽ ആ ഫുൾ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ റിസീവ് ആവില്ല. 30% ആര് ഡിഡക്ട് ചെയ്യും? ഗവൺമെന്റ് ഡിഡക്ട് ചെയ്യും. സച്ച് ആൻ എമൗണ്ട് ഇസ് കോൾഡ് TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് ഏത് സോഴ്സിൽ നിങ്ങൾ ഇൻകം ഏൺ ചെയ്യുന്നോ ആ സോഴ്സിൽ തന്നെ ആ ഇൻകത്തിന്റെ ടാക്സ് കുറച്ചിട്ട് കിട്ടുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ കുറയ്ക്കുന്നതിനെയാണ്, ഡിഡക്ഷനെയാണ് നമ്മൾ TDS എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു TDS ഡിഡക്ട് ചെയ്തില്ലെങ്കിലും ഒരു അസസി എന്തായി മാറും? അസസി ഇൻ ഡീഫോൾട്ട് ആയി മാറും. നമ്മൾ ആദ്യം പഠിച്ച കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം TDS ഡിഡക്ട് ചെയ്തിട്ട്, അതായത് ക്വസ്റ്റ്യനില് റിസീവ്ഡ് വിന്നിങ് അല്ലെങ്കിൽ റിസീവ്ഡ് ഫ്രം ലോട്ടറി അല്ലെങ്കിൽ റിസീവ്ഡ് ദി എമൗണ്ട് എന്ന് പറഞ്ഞു തരുവാണെങ്കിൽ അർത്ഥം എന്താ? ആ 30% പോയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും തന്നേക്കുന്നത്. പക്ഷേ വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. റിസീവ്ഡ് എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാണ്, എമൗണ്ട് റിസീവ്ഡ് ഫ്രം ലോട്ടറി അല്ലെങ്കിൽ റിസീവ്ഡ് വിന്നിങ് ഫ്രം, റിസീവ്ഡ് എന്ന വാക്കുണ്ടെങ്കിൽ അർത്ഥം എന്ത് കുറച്ചിട്ടുണ്ട്? 30% കുറച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. വെറുതെ വിന്നിങ് ഫ്രം ലോട്ടറി, പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ ഗ്രോസ് എന്ന് എടുത്ത് തരുന്നുണ്ട്. ഗ്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ, അതിൽ നിന്ന് ഒന്നും കുറച്ചിട്ടില്ല എന്നാണ് മീൻ. നമ്മള് ഹൗസ് പ്രോപ്പർട്ടിയിൽ ചെയ്യും പോലെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഡിഡക്ട് ചെയ്തോ? ഇല്ല, അതിന് ശേഷമേ ഡിഡക്ഷൻ വരുള്ളൂ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ടിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം? ഇൻകം ആയിട്ട് അങ്ങ് എടുക്കും. ഓക്കെ,
എപ്പോഴാണ് ഗ്രോസ് ചെയ്യേണ്ടത്, ഏത് സിറ്റുവേഷൻ ആണെന്നുള്ളത് നമുക്ക് പ്രത്യേകം പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് റോയൽറ്റി ഓൺ ആൻ അയൺ മൈൻ. അപ്പൊ അയൺ മൈനിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് നമ്മൾ ഇവിടെ എടുക്കും. വെരി ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ദ ഷെയർ ഇൻ HUF. ഷെയർ ഓഫ് ഇൻകം റിസീവ്ഡ് ഫ്രം ആൻ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. അത് നിങ്ങൾ എക്സംഷൻ ഇൻകം അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ഇൻകം പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൽ വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോ എന്തെടുക്കുന്ന പോലെ ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ 10 പ്രകാരം ഒരുപാട് എക്സംപ്റ്റഡ് ഇൻകം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അസൈൻമെന്റ് എഴുതുമ്പോൾ പറഞ്ഞു എനി 15 നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന 15 എണ്ണം അല്ലെങ്കിൽ ഒരു 20 എണ്ണം നോക്കി പഠിക്കാന്നുള്ളത് പറഞ്ഞു. അപ്പൊ ആ പഠിക്കുന്ന കൂട്ടത്തിൽ വരുന്ന ഒരു ഐറ്റം ആണ് ദിസ് ഷെയർ റിസീവ് ഫ്രം എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എക്സ് പർച്ചേസ്ഡ് ലോട്ടറി ടിക്കറ്റ്സ് 2400 ഇൻ പ്രീവിയസ് ഇയർ. ലോട്ടറി ടിക്കറ്റ് അല്ലെങ്കിൽ എനി കാഷ്വൽ ഇൻകം ദ എക്സ്പെൻസ് വിച്ച് ഇസ് ഇൻകേർഡ് ഇസ് നോട്ട് ഡിഡക്റ്റബിൾ. എഴുതി വെക്കുക, ഏതൊരു കാഷ്വൽ ഇൻകം ആയാലും. അങ്ങനെയാണെങ്കിൽ ലോട്ടറി അടിക്കുന്ന ആള് മുഴുവൻ ഇന്നേ വരെ സ്പെൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ വർഷം സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ലോട്ടറിയുടെയും നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ഡിഡക്ഷൻ കൊടുക്കേണ്ടി വരും. അവസാനം പിന്നെ ഇൻകം ആയിട്ട് കാണിക്കാനായിട്ട് ഒന്നും കാണത്തില്ല. അല്ലെങ്കിൽ കാഷ്വൽ ഇൻകം ആയിട്ടുള്ള ഒരു കാര്യത്തിനും എന്ത് ഡിഡക്ട് ചെയ്യാൻ പാടില്ല, എക്സ്പെൻസസ് ഡിഡക്ട് ചെയ്യാൻ പാടില്ല. എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു കാഷ്വൽ ഇൻകം ഇസ് നോട്ട് ഡിഡക്റ്റബിൾ, എസ്പെഷ്യലി ലോട്ടറി ടിക്കറ്റ്. ഓക്കെ, അപ്പൊ ലോട്ടറി ടിക്കറ്റിനൊന്നും ഡിഡക്ട് ചെയ്യരുത്. 100 പെയ്ഡ് കമ്മീഷൻ ടു ബാങ്ക് ഫോർ ദ ഡിവിഡൻഡ് കളക്ഷൻ. ഡിവിഡൻഡ് കളക്ഷന് വേണ്ടിയിട്ട് കൊടുത്താണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ മീൻസ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ യു ക്യാൻ ഡിഡക്ട് ദ സെയിം. ദിസ് ഇസ് ഫോർ കമ്മീഷൻ ടു ദ ബാങ്ക് ആണ്. കമ്മീഷൻ ടു എ ബാങ്ക് ഇസ് നോട്ട് ഡിഡക്റ്റബിൾ, ഓൺലി ദ കളക്ഷൻ ചാർജസ് ഡിഡക്റ്റബിൾ. അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതുക, ഡിവിഡൻഡ് കളക്ഷൻ ചാർജസ് ഡിഡക്റ്റബിൾ but the commission paid to bank is not deductible. Next one, royalty on a iron mine 850 rupees. റോയൽറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പെൻസസും നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാം, പ്രൊവൈഡഡ് നോ ഇൻഫർമേഷൻ ഇസ് ഗിവൺ. സോ ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്യാം. Okay, first item 23, question number 23. Interest on FD. $7,000. Next item is dividend from a foreign company. Deduction ഒന്നുമില്ല, directly 3,500. Next one, dividend from a cooperative society. $4,000. Winning from lottery. $22,000.
റോയൽറ്റി എക്സ്പെൻസസ് എന്താണ് വേണ്ട, ഗ്രോസ് അല്ലേ, ഫുൾ എമൗണ്ട് ആണ്. റിസീവ്ഡ് തന്നാൽ മാത്രമേ നിങ്ങൾ TDSന്റെ കാര്യം നോക്കേണ്ടുള്ളൂ. വെൻ വിന്നിങ് ഈസ് ഗിവൺ അല്ലെങ്കിൽ ഗ്രോസ് എമൗണ്ട് ഈസ് ഗിവൺ, നോ നീഡ് ടു കമ്പ്യൂട്ട്. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. നമ്മൾ ഈ ചെയ്യുന്ന എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാ? ഈ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ഈ ഇൻകം ഫ്രം അതർ സോഴ്സും കൂടെ കമ്പ്യൂട്ട് ചെയ്താൽ നമുക്ക് 5 ഹെഡിലെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആവും. അതായത് ഒരു ഫുൾ ഒരു അസസിയെ അസ്യൂം ചെയ്യാം, അയാൾക്ക് 5 ഹെഡും കമ്പ്യൂട്ട് ചെയ്ത് 5ാമത്തെ ഹെഡാണ് നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇത് കഴിഞ്ഞ് അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിട്ടാ? അയാളുടെ ടാക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെ. അപ്പൊ ഓൾറെഡി ടാക്സ് മീൻസ് ടാക്സ് കുറച്ചൊരു എമൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക, വെൻ ദി എമൗണ്ട് റിസീവ്ഡ് ഇസ് ഗിവൺ, അവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രോസ് ചെയ്യണം. ദാറ്റ് ഇസ് ഓൾവേസ് ദ ഗ്രോസ് എമൗണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൻ ചെയ്യുന്ന എമൗണ്ട് ആണ് ക്വസ്റ്റിനിൽ തരുന്നെങ്കിൽ അതുപോലെ എടുത്താൽ മതി, ഒന്നും ചെയ്യണ്ട. ബട്ട് വെൻ ദ എമൗണ്ട് റിസീവ്ഡ് ഇസ് ഗിവൺ, ആ കേസിൽ എത്ര ശതമാനം കുറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ടാവുക? 30% കുറച്ചിട്ടായിരിക്കും. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഗ്രോസ് ചെയ്യേണ്ടത്. വെൻ ഗ്രോസ് എമൗണ്ട് ഈസ് ഗിവൺ, യു നീഡ് നോട്ട് ടു ഡു എനിത്തിങ്. എവിടെങ്കിലും ഒന്ന് എഴുതി വെക്കുക. വെൻ ഗ്രോസ് എമൗണ്ട് അല്ലെങ്കിൽ വിന്നിങ് ഈസ് ഗിവൺ, നോ നീഡ് ടു ഡു എനി സ്പെഷ്യൽ കാൽക്കുലേഷൻ. ഡയറക്ട്ലി ആ എമൗണ്ട് അങ്ങ് എടുക്കുക. ബട്ട് വെൻ ദി എമൗണ്ട് റിസീവ്ഡ് ഇസ് ഗിവൺ, ക്വസ്റ്റ്യനിലെ എമൗണ്ട് റിസീവ്ഡ് എന്നാണ് തരുന്നതെങ്കിൽ നിങ്ങൾ അതിനെ ഗ്രോസ് അപ്പ് ചെയ്യണം. യു നീഡ് ടു ഗ്രോസ് അപ്പ് ദ എമൗണ്ട് റിസീവ്ഡ്. റോയൽറ്റി ഇന്ന കോളത്തിൽ എഴുതുക 19,000 പ്ലസ് എക്സ്പെൻസസ് amount is 850. Then അടുത്ത item, share in HUF, it is exempt from tax. Okay, അത് എടുക്കണ്ട. You can add up, you will get the final answer. Cost of lottery ഒരിക്കലും എടുക്കില്ല. The answer will be 54,650. എത്ര ആൻസർ കിട്ടിയ? 54,650. 650. Okay. എന്റെ ലാപ്പിൽ ചാർജ് കുറവാണ്, അപ്പൊ നമുക്ക് റിമൈനിങ് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ.